ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഘോഷയാത്ര കാണാൻ പോണതാട്ടോ. അപ്പോൾ ഇന്ന് നബിദിനത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ റോട്ടിലേക്ക് ഘോഷയാത്ര കാണാൻ പോണതാണ്. അപ്പോൾ എൻ്റെ നിഴലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോണ വഴിക്ക് നല്ല പൂക്കൾ കണ്ടപ്പോൾ അവിടെ ഒന്ന് സ്റ്റക്കായതാണ്. കഴിഞ്ഞ വർഷം ഇതിനകത്ത് നിറയെ പൂവായിരുന്നു. ഇത് നമ്മുടെ കസിൻ്റെ വീടാണ്. ഇതിങ്ങനെ നിറഞ്ഞ് പടർത്തി ഫുള്ളായിട്ട് ഈ മതിലിലേക്ക് വിട്ടിട്ടുണ്ടായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഘോഷയാത്രയ്ക്ക് പോകുമ്പോൾ നിറയെ പൂക്കളുണ്ടായി. ഇപ്പോൾ അത് വെട്ടിയേക്കണോണ്ട് കുറച്ച് പൂക്കളുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഒരു ഊടുവഴി കയറിയിട്ട് മെയിൻ റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കസിൻസിൻ്റെ വീടുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെ ആട്ടോ. അവനൊരു പറവേനെ പിടിക്കാൻ പോയതാണ്. അപ്പോൾ ഈ റോട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ 5 മദ്രസകളിലത്തെ ഘോഷയാത്ര ഇതിലായിട്ട് പോണത്. അപ്പോൾ ഈ 5 മദ്രസകളിലത്തെയും ഘോഷയാത്രകൾ വന്ന് സംഗമിക്കുന്ന സ്ഥലം ഇതായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാട്ടോ. ഇത് കുറേ ലെങ്ത് ആയിരുന്നു. ഞാനിതിങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ അവസാനം നോക്കിയപ്പോൾ ലെങ്ത് അധികമായിട്ട് ഞാൻ കുറേ സ്പീഡൊക്കെ കൂട്ടിയിട്ടതാണ്. ഈ ദഫ്മുട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ പാട്ടും മ്യൂസിക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ആ സൗണ്ടോടുകൂടി കേൾക്കാനാണ് അതിന് ഒരു നല്ല സുഖമാണ്, നല്ല കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ സൗണ്ട് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇട്ടതിന് മുമ്പ്. അതുകൊണ്ട് ഞാനിത് സൗണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു മദ്രസയിലത്തെ ഇത് ഘോഷയാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തെയും മദ്രസയിലത്തെ ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വാർഡിലത്തെ കുറേ ഏരിയയിലത്തെ എല്ലാവരും വന്ന് ഈ റോട്ടിൽ തന്നെയായിട്ട് നിൽക്കണത്. അപ്പോൾ ഈ റോഡാണെങ്കിൽ ഒരു വലിയൊരു ഉത്സവം പോലെയാണ് ഈ നബിദിനത്തിൻ്റെ അന്ന്. എല്ലായിടത്തും ഉള്ള എല്ലാവരും ഇവിടെ വന്ന് സംഗമിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ മിഠായി വിതരണവും പായസവും ജ്യൂസും അങ്ങനെ ലേസ് അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ വിതരണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മദ്രസകളിലത്തെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അതിനായിട്ട് വോളണ്ടിയർമാരുണ്ട്. അവരതെല്ലാം ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് അറ്റത്തെത്തുമ്പോൾ ഒരു സ്റ്റക്കാവണത് അവിടെ തണലുണ്ട്. ആ തണലത്ത് നിർത്തിയാണ് പായസമൊക്കെ കുടിച്ചിട്ട് അവർ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ക്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്നി പോണതാട്ടോ. അപ്പം ഞങ്ങൾ ഇന്നാണെങ്കിൽ നല്ല വെയിൽ. അപ്പോൾ ഞാനൊരു തണലത്ത് നിന്നിട്ടാണ് ഞാനും ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തേക്ക് ചെന്ന് എടുക്കാൻ പറ്റണില്ല, നല്ല വെയിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നബിദിനത്തിനാണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യമാണെങ്കിൽ വെയിൽ. അങ്ങനെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ഇന്നത്തെ വെയിലിന്. ഇപ്പം നേരം ഒരു 8 മണി 8:30 ആയിട്ടുള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു നട്ടുച്ചയായ പോലെയാണ്. കുട്ടികളാണെങ്കിലും നല്ല വെയിലത്ത് നിന്നാണ് കളിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷേ ഇതിൻ്റെ ഒരു ആവേശത്തിൽ ആരും അറിയണില്ല കേട്ടോ. ഇവിടെ നിൽക്കണവരും അതിലും വലിയ വെയിലത്ത് നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. വെയിലൊന്നും ആരും അറിയണേ ഇല്ല. ഇത് വേറെ മദ്രസയിലത്തെ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ യൂണിഫോമും ഓരോ കളികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കണ സമയത്ത് വേറൊരു മദ്രസയിലത്തെ അപ്പുറം വഴിക്ക് വന്നിട്ട് അവർ കളി കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് മിസ്സായി കേട്ടോ. അതൊരു പച്ച യൂണിഫോമായിരുന്നു. ഇവർ പോയി കഴിഞ്ഞു. അങ്ങനെ ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ നേരം പോണതും അറിയില്ല. ഒരു പ്രത്യേക സുഖമാണ്. നമ്മളൊരു വലിയ കല്യാണം കൂടിയ പോലെ ആട്ടോ എല്ലാവരെയും കാണാനും കേൾക്കാനും ഒക്കെ പറ്റണ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നമുക്കും കിട്ടും കേട്ടോ. ഇവിടെ വിതരണം ചെയ്യണതെല്ലാം കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിൽക്കണവർക്കും ഉണ്ട് വിതരണം. മക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമാണല്ലേ. അപ്പം നമ്മളും നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ പോയതൊക്കെ ഓർക്കും. ഇതിനകത്ത് കയറി അങ്ങോട്ട് പോയാലോ എന്ന് തോന്നിപ്പോട്ടെ. അത്ര ഒരു ത്രില്ലായിരിക്കും ഇവർ കാണുമ്പോൾ. പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ യൂണിഫോമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇഷ്ടമുള്ള പുതിയ വസ്ത്രമൊക്കെ നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളത് ഇട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ യൂണിഫോമിലാണ് എല്ലാവരും പോണത്. ഇവരുടെ ഉണ്ടോ മഞ്ഞ ഉടുപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. റോട്ടിലാണെങ്കിലും തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടികളൊക്കെ വന്നാലും കടത്തി വിടാനും ഒക്കെ അതിനും ആളുകൾ അപ്പുറത്തുണ്ട്. അവരതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് റാലി നടത്തുന്നത്. പിന്നെ ഇത്തവണയാണെങ്കിൽ വയനാട്ടിലെ ദുരന്തമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ വലിയ ആർഭാടമായിട്ടൊന്നുമല്ല, ചെറിയ രീതിക്കാണ് എല്ലാം നടത്തിയിട്ടുള്ളത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ വെയിലാണെങ്കിൽ കൂടി വരികയാണ്. ഇത് കണ്ടോ, നിറയെ ആളുകളായിരിക്കും ഇവിടെ. ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ മാത്രം കേട്ടോ
നിൽക്കണത്. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 2 സൈഡിലേക്ക് ഇനിയും ഉണ്ട് ജനക്കൂട്ടം. അതൊന്നും ഞാൻ നിൽക്കുന്ന സ്ഥലത്തെയാണല്ലോ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈ റോഡൊക്കെ ആരും ഇല്ലാതെ ശാന്തമായിട്ട് കിടക്കണ ഒരു ഏരിയ കേട്ടോ ഇത്. ഇപ്പം ഇന്നത്തെ ദിവസം മാത്രമാണ് ഇങ്ങനെ ഒരു തിരക്കുണ്ടാവുള്ളൂ. ഇപ്പം ഈ ഘോഷയാത്രയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആരുമില്ല. കുറേ പോസ്റ്റുകളും വണ്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ, കടകളും. ഇതിപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വേറൊരു മദ്രസയിലത്തെ ഘോഷയാത്ര ആയിട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഇവർ ഇങ്ങനെ പോണത് കാണാം. പിന്നെ നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും കൂട്ടുകാരും അയൽക്കാരും എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ത്രില്ല്. ഒരു പ്രത്യേക സന്തോഷമാട്ടോ ഇന്നത്തെ ഒരു ദിവസം. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, കുക്കിംഗ് ഒന്നുമില്ല. നമുക്കാണെങ്കിൽ ചോറും കറിയൊക്കെ പള്ളിയിൽ നിന്ന് കിട്ടും. എല്ലാ വീടുകളിലേക്കും ഇന്ന് ഫുഡ് പള്ളിയിൽ നിന്നായിരിക്കും. അപ്പോൾ ആർക്കും ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഇനി ചെന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ അങ്ങനത്തെ ഉള്ള ഒരു ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് ജോലികളെല്ലാവരും തീർത്ത് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിങ്ങനെ ഘോഷയാത്ര കാണാൻ നിൽക്കുന്നത്. പിന്നെ തിരിച്ച് വീട്ടിൽ ചെന്നാൽ സമാധാനമായിട്ട് അങ്ങോട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ കുട്ടികളുടെയൊക്കെ കലാപരിപാടികൾ ഉണ്ടാവും കേട്ടോ മദ്രസകളിൽ. അപ്പോൾ അതൊക്കെ കാണാനായിട്ടൊക്കെ പോകും. ഇന്ന് മൊത്തത്തിലൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇത്തവണയാണെങ്കിൽ ഓണവും നബിദിനവും ഒക്കെ അടുത്തടുത്താണല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഇത്തവണത്തെ വെക്കേഷൻ കുട്ടികൾക്കും നല്ല ഹാപ്പിയാണ്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു കണ്ടെയ്നർ ലോറി വന്നു കേട്ടോ. പിന്നെ അതും ഇതിനകത്തുണ്ട്. ഇത്തവണ ഇവിടെ പൊതുവെ ഒരു തിക്കും തിരക്കൊക്കെ കുറവാട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതിലും കൂടുതൽ ബഹളവും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങറ്റത്തേക്ക് മാറ്റി തണൽ നോക്കി അങ്ങടേക്കായി എല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ നിൽക്കണ ഈ സ്പോട്ടിലായിരുന്നു എല്ലാം വിതരണം ചെയ്യലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു തിരക്ക് ഇവിടെ ഇല്ല. അങ്ങറ്റത്തായിട്ടാണ് ഇപ്പോൾ തിരക്കൊക്കെ. അപ്പോൾ വെയിലായതുകൊണ്ട് മക്കളോടൊക്കെ വേഗം വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണതാട്ടോ. അങ്ങനെ ഘോഷയാത്രകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് റോഡിൽ നിന്ന് പിരിഞ്ഞു പോയി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ റോഡ് കാലിയാവും. അപ്പം ഞാനും എന്താ തിരിച്ച് പോരാണ്. വന്ന വഴിക്ക് അവിടെയൊക്കെ ഓരോ പൂക്കൾ കാണുമ്പോൾ അതിനെയൊക്കെ നോക്കി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസിൻസിൻ്റെ വീടാണ്. ഈ വീടൊക്കെ ഇപ്പോൾ ഇവിടെ ആരും താമസിക്കണില്ല, അതൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട്. ഇതിപ്പോൾ തറവാടായിട്ട് ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ, പഴയ മോഡലൊരു വീട്. ഇതും ഇപ്പോൾ തന്നെ പൊളിച്ചവർ വേറെ വീട് വയ്ക്കും. ഇതൊക്കെ അവരുടെ തന്നെ മക്കളുടെ വീടുകളാണ്. ഈ വീടിൻ്റെയും ബാക്കിലായിട്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ വീട് കേട്ടോ. അത് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള വീട്ടിലേക്ക് മാറിയത്. അങ്ങനെ ഞാനും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലിട്ടോ. അപ്പോൾ ഇപ്പോൾ നട്ടുച്ചയായ പോലെയാണ്. 9 മണി 9:30 എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്, ഇപ്പോൾ രാവിലെ തന്നെ ഇത്ര വെയില, അപ്പോൾ ഇത്തവണത്തെ വേനലൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ സഹിക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരാട്ടാ. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റ് കണ്ടോ, ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം വൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഗേറ്റ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ പൂപ്പാവൽ പിടിച്ചതൊക്കെ ഇങ്ങനെ ഒരുതി കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ, ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് കളറാണ്. അപ്പോഴത്തേനും മോൻ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവന് കിട്ടിയതൊക്കെ എടുത്ത് പുറത്താക്കണതാണ്. അവനാണെങ്കിൽ പയ്യെ ചെയ്യുമ്പോൾ ഞാനതൊക്കെ കൂടി ഒന്നിച്ച് കുടഞ്ഞിടേ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അവനും ഒരാഴ്ചയായിട്ട് സുഖമില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കോലക്കേട് അവനും ഉണ്ട്. അവന് ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറും ഇറച്ചിയാണ് പള്ളിയിൽ നിന്ന് കിട്ടിയേക്കണത്. പിന്നെ ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വിനാഗിരി ഉപ്പൊക്കെ തിരുമ്മി അതും വെച്ചിട്ടുണ്ട്. അച്ചാറും ഉണ്ട്. നമുക്ക് ഈ ചോറും ഈ ഇറച്ചിയും മാത്രം മതി കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് കിട്ടണതിന് ഭയങ്കര ടേസ്റ്റാണ്. അത് ആ ചൂടോട് കുടിക്കുക അങ്ങനെ അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ പിന്നെ ഇലയിലാക്കി എല്ലാവർക്കും സെർവ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കുക. വൈകുന്നേരം ഒരു ചായ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മദ്രസയിലേക്ക് പോകും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.